അപ്പുക്കുട്ടന്റെ പോളിസി എന്താ പറയൂ? പുള്ളിക്കാരൻ ഡെന്റിസ്റ്റ് ആണല്ലോ ആ സിനിമയിൽ. അപ്പോൾ പുള്ളിക്കാരന്റെ രണ്ട് ട്വിൻസിനെയും ആ ഡെന്റിസ്റ്റ് ചെയറിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ചെവി കിടന്ന് തിരിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് ഭാര്യ ഓടി വന്നിട്ട് ഭാര്യ ചോദിക്കും, എന്താണ് ഈ ചെയ്യണേ, പിള്ളേരെ എന്തിനാ വെറുതെ പിച്ചണേന്ന് ചോദിക്കും. ഇപ്പൊ തന്നെ കൊടുത്തു തീർക്കാനുള്ള ഇപ്പൊ തന്നെ തീർത്തേക്കാന്ന് പറയും. അപ്പൊ എന്ത് കൊടുത്തു തീർക്കാൻ എന്ന് ഈ ഭാര്യ ചോദിക്കുന്നുണ്ട്. അപ്പൊ തന്നെ പുള്ളി പറയണെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് കാർഡ് വരും, സാധാരണ പോലെ തന്നെ പിള്ളേർക്ക് മുട്ടയിരിക്കുന്നതാണ് പുള്ളി പറയണത്. അതുകൊണ്ട് തീർക്കാനുള്ള പണി ഞാൻ പെട്ടെന്ന് തീർത്ത് വെച്ചേക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പിള്ളേരുടെ ചെവി ഒരാഴ്ച മുന്നേ പിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നൊരു കാര്യം ഇതിനെ കുറിച്ചിട്ട് തന്നെയാണ്, ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയും. അപ്പൊ ഈ ആൻസൈറ്റി എന്ന് പറയുന്ന സംഭവം ടു എ ലെവൽ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. ആൻസൈറ്റി ആണ് ഇൻഫാക്ട് നമ്മളെല്ലാവരും ഒരു ട്രാക്കിൽ മെയിൻറ്റെയിൻ ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ ആൻസൈറ്റി ഒരു വൺ വേ ഓഫ് ദി അതർ ഒരു സർവൈവൽ മെക്കാനിസമാണ്. അതില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് ചെയ്യേണ്ടതും നമ്മുടെ അച്ചീവ് ചെയ്യേണ്ട ഗോൾസും നമ്മൾ എങ്ങനെ ഒരു കാര്യം ചെയ്ത് നമ്മൾ എത്തിക്കുന്നതും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്താണെങ്കിലും ഒരു ലിമിറ്റ് വരെ എന്ന് പറയുന്നവർ തന്നെ ആൻസൈറ്റിക്കും ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ലിമിറ്റ് തീർന്ന് നമ്മൾ മുകളിലേക്ക് പോയാൽ, അല്ലെങ്കിൽ ആൻസൈറ്റി നമ്മളെ കൺട്രോൾ ചെയ്യുന്ന പോലെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പം മുതൽ ആൻസൈറ്റി ഡിസോർഡർ ആയിട്ട് അത് മാറും. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ധരിച്ചു വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഫിസിക്കൽ, നമ്മുടെ സോഷ്യൽ, സൈക്കോളജിക്കൽ ആസ്പെക്ട്സിന്റെ എല്ലാം മുകളിലും ആൻസൈറ്റിയുടെ ഒരു ഹാൻഡ് ഉണ്ടെങ്കിൽ അപ്പോഴാണ് ഈ ആൻസൈറ്റി എന്ന് പറയുന്ന സംഭവം ആൻസൈറ്റി ഡിസോർഡർ ആയി മാറുക. അപ്പോൾ ഈ ആൻസൈറ്റി എന്ന് പറയുന്ന സംഭവം എന്തുകൊണ്ട് വരാം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. അങ്ങനെ പറയുന്നത് ചിലപ്പോൾ ഒരു ബാഡ് എക്സ്പീരിയൻസസ് ആവാം, ചൈൽഡ്ഹുഡിൽ ഹറാസ്മെന്റ്സ് ആവാം, അല്ലെങ്കിൽ അതൊന്നും വേണ്ട, ചിലപ്പോൾ നെഗ്ലക്ട് ഫ്രം പാരന്റ്സ് ആവാം, ഹെറിഡിറ്ററി പോലും ആവാം. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇപ്പോൾ ഹോർമോണൽ ഇംബാലൻസസ് വന്നാൽ പോലും ആൻസൈറ്റി വരാമെന്നും പറയുന്നുണ്ട്. ആൻസൈറ്റി ഉള്ള ആൾക്കാർക്ക് മേജർലി കണ്ടുവരുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ടെൻഷൻ കൂടും, അവർ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോവും, അതുപോലെ ബ്രെത്ത്ലെസ്നെസ്, സ്ലീപ്ലെസ്നെസ്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കും, അങ്ങനത്തെ ഒക്കെ ചില കാര്യങ്ങളാണ്. അപ്പൊ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ആൻസൈറ്റി ഡിസോർഡേഴ്സിനെ ഒന്നൊന്നായിട്ട് എടുത്ത് പഠിക്കാം.